നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സഞ്ചാരികൾക്ക് രുചി വൈവിധ്യങ്ങൾ ഒരുക്കുവാൻ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ഇനി ഇടുക്കിയിലും. ജില്ലയിലെ ആദ്യ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM മുനീർ മെഴുകുതിരികൾ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയും ചെയർമാൻമാരെയും തിരഞ്ഞെടുത്തു. UDF-ന് ആധിപത്യം. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും UDF-ന് ലഭിച്ചു. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സഞ്ചാരികൾക്ക് രുചി വൈവിധ്യങ്ങൾ ഒരുക്കുവാൻ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ഇനി ഇടുക്കിയിലും. ജില്ലയിലെ ആദ്യത്തെ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ 15ാമത് കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റാണ് വാഗമണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ മേഖലകളിലായി 20ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് 2 ഷിഫ്റ്റുകളിലായി തൊഴിൽ ലഭിക്കും. ഒരേ സമയം 25 കാറുകൾക്ക് പാർക്കിംഗ് സൗകര്യവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശൗചാലയങ്ങൾ, കാത്തിരിപ്പിനുള്ള ഇടം എന്നിവയുമുണ്ട്. രുചി വൈവിധ്യങ്ങളുമായി കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ഇനി ഇടുക്കിയിലും. ജില്ലയിലെ ആദ്യ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ സ്ഥലത്തും പുതിയ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകുന്നു, പുതിയ വരുമാനമുണ്ടാകുന്നു, പുതിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അങ്ങനെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഉള്ളടക്കത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷൻ ഏറ്റവും നല്ല കലോത്സവമാണ് ഈ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചത്. ഒരുപക്ഷെ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കലോത്സവമായി കുടുംബശ്രീയുടെ കലോത്സവം മാറിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയും ഈ സന്ദർഭത്തിൽ നമ്മൾ കേൾക്കുകയാണ്. വെച്ചാൽ ഞാൻ എൻ്റെ മണ്ഡലത്തിലായിരുന്നു ഈ അടുത്ത കാലത്ത് എൻ്റെ സംസ്ഥാന കലോത്സവം നടന്നപ്പോഴാണ് ഇത്രയും വലിയ പ്രാഗൽഭ്യമുള്ള ഒരുപക്ഷെ സർഗവാസനകൾ നന്നായി വളർത്തിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ വനിതകളുടെ പെർഫോമൻസ് അവിടെ കാണാനിടവന്നു. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടന്നതിനേക്കാൾ മെച്ചപ്പെട്ട ചില പരിപാടികളും ഈ സ്കൂൾ നിങ്ങളുടെ കലോത്സവത്തിൽ കാണാൻ കഴിഞ്ഞു എന്നതും ഏറെ ശ്രദ്ധേയമാണ് എന്നെടുത്ത് പറയുക. അപ്പോൾ എല്ലാ നിലയിലും കുടുംബശ്രീയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സരസ് മേളയാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നടന്നിരുന്നു. അപ്പോൾ പല സ്ഥലത്തായി സരസ് മേള നടക്കുമ്പോഴും അത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും നല്ല ഒരു മേളയാണ് സരസ് മേള. അതിൽ വരുന്ന രുചികരമായ വിഭവങ്ങളും വൈവിധ്യങ്ങളായ ഉൽപ്പന്നങ്ങളും ചൂടപ്പം പോലെയാണ് എല്ലാം വിറ്റഴിക്കുന്നത്. എത്രയോ കോടി രൂപയുടെ ബിസിനസ്സാണ് അതിനകത്ത് നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചെങ്ങന്നൂരിൽ നടന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, കോട്ടയത്ത് നടന്നപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം കാണാൻ കഴിയുന്നത് മികവാർന്ന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അത് കരകൗശലമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ, അതുപോലെ തന്നെ കൈത്തൊഴിലിൻ്റെ രൂപത്തിലുള്ള ഉള്ളടക്കങ്ങൾ, നിരവധി ഉൽപ്പാദന മേഖലയിൽ ഇടപെട്ടുകൊണ്ടുള്ള പുതിയ പ്രോഡക്റ്റുകൾ, ഇതെല്ലാം പ്രദർശിപ്പിക്കാൻ, അത് വിറ്റഴിക്കാൻ എല്ലാം ചെയ്യുക വഴി ഒട്ടേറെ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും വരുമാനം ഉണ്ടാവുകയും അതോടൊപ്പം നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യുന്ന രൂപത്തിലേക്കാണ് സരസ് മേളകൾ മാറി വരുന്നത്. കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭ മേഖലയിലെ ശ്രദ്ധേയ ഇടപെടലാണ് കഫേ കുടുംബശ്രീയും പ്രീമിയം കഫേ സെന്ററുകളും. വാഗമൺ പേട്ട ജംഗ്ഷനിലാണ് പ്രീമിയം കഫേ ആരംഭിച്ചിരിക്കുന്നത്. വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ സ്വാദിഷ്ടമായും മായം ചേർക്കാതെയും ഗുണമേന്മ ഉറപ്പാക്കി വനിതകളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി നൽകും. അയ്യപ്പൻകോവിൽ സ്വദേശിയും കുടുംബശ്രീ അംഗവുമായ കൃപാ പ്രകാശാണ് റെസ്റ്റോറന്റ് നടത്തുന്നത്. വിവിധ മേഖലകളിലായി 20ഓളം കുടുംബശ്രീ അംഗങ്ങൾക്ക് 2 ഷിഫ്റ്റുകളിലായി തൊഴിൽ ലഭിക്കും. DTPCയുടെ കെട്ടിടം ഏറ്റെടുത്ത് ആവശ്യമായ സംവിധാനങ്ങൾ ഇവർ തന്നെ ഒരുക്കുകയായിരുന്നു. സംസ്ഥാനത്തെ 15ാമത് കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റാണ് വാഗമണ്ണിൽ തുറന്നത്. കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളോടെയാണ് കുടുംബശ്രീ രുചി വിളമ്പുക. പൂർണ്ണമായും ശീതീകരിച്ച റെസ്റ്റോറന്റിൽ ഒരു സമയം 100 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സജ്ജീകരണമുണ്ട്. രാവിലെ 7 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. പാഴ്സൽ സൗകര്യവും ഉണ്ടായിരിക്കും.
ഇന്ത്യൻ, ചൈനീസ്, വെജ്, നോൺ വെജ് വിഭവങ്ങളും ജ്യൂസ്, ഷേക്ക് തുടങ്ങിയവയും റെസ്റ്റോറന്റിൽ ലഭ്യമാകും. പ്രവർത്തനം തുടങ്ങി 3 മാസത്തേക്ക് സംരംഭകർക്ക് ആവശ്യമായ പരിശീലനം കുടുംബശ്രീ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സമയം 25 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ശൗചാലയങ്ങൾ, കാത്തിരിപ്പിനുള്ള ഇടം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തുന്ന പിണറായി സർക്കാരിനെതിരെ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM മുനീർ മെഴുകുതിരികൾ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി നേതൃത്വം നൽകി. സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ കേരളമൊട്ടാകെ എല്ലാ മണ്ഡലങ്ങളിലും ശബരിമലയിൽ കൊള്ള നടത്തുന്ന പിണറായി സർക്കാരിനെതിരെ മകരവിളക്കിന്റെ അന്നേ ദിവസം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്നലെ മകരവിളക്കിന്റെ അന്ന് തന്നെ ശബരിമലയിൽ കൊള്ള നടത്തുന്ന CPM സർക്കാരിനെതിരെ ഭക്തജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരിച്ചോലകൾ എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ നടത്തുകയുണ്ടായി. സാങ്കേതിക തകരാറുകൾ കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ ഇന്നലെ നടത്തുന്നതിന് പകരം ഇന്നാണ് നടത്തിയത് എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം 2018 വിജയമല്ല 32 കിലോ 42 കിലോയിനടുത്ത് സ്വർണം ദ്വാരപാലക ശില്പത്തിൽ പൊതിയുവാനും കട്ടിളപ്പാളിക്കും മേൽക്കൂരയ്ക്കുമെല്ലാം പൊതിയുവാൻ വേണ്ടി വ്യവസായിയായ വിജയമല്ല ശബരിമലയിൽ കൊടുത്ത സ്വർണം അന്നേ മുതൽ നോക്കിവെച്ചിരിക്കുകയായിരുന്നു പിണറായി സർക്കാരും ദേവസ്വം ബോർഡും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും. എവിടെ നിന്ന് എങ്ങനെ ആ സ്വർണം മോഷ്ടിക്കണം എന്നുള്ളതാണ് അവരുടെ എല്ലാം ചിന്തയിൽ കടന്നുപോയ ഒരു കാര്യം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം SITയിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഉദ്ദേശിച്ചു. ആ മാർച്ചിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പ്രശാന്ത് അടക്കമുള്ള CPMന്റെയും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മാർച്ച് നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. തിങ്കളാഴ്ച മാർച്ച്, വെള്ളിയാഴ്ചയാണ് പരിപാടി അനൗൺസ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ശനിയാഴ്ച SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരെ മീഡിയ അറിയാതെ, ഈ നാട്ടിലുള്ള ഒരു കൊച്ചു കുഞ്ഞു പോലും ഈച്ച പോലും അറിയാതെ അവരെ വിളിച്ച് ചോദ്യം ചെയ്ത് പറഞ്ഞയച്ചു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളം ഇന്നേ വരേക്കും കാണാത്ത ഏറ്റവും വലിയ 32,000 കോടി രൂപയുടെ അഴിമതിയാണ് കൊള്ളയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തൊടുപുഴ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയും ചെയർമാൻമാരെയും തിരഞ്ഞെടുത്തു. UDFന് ആധിപത്യം. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും UDFന് ലഭിച്ചു. ഡെപ്യൂട്ടി കളക്ടർ അനൂപ് ഗാർഗ് വരണാധികാരിയായിരുന്നു. 38 അംഗ കൗൺസിലിൽ UDFന് 2 സ്വതന്ത്രരടക്കം 22 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. 9 BJP അംഗങ്ങളും തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. LDFന് 6 അംഗങ്ങൾ മാത്രമാണുള്ളത്. തൊടുപുഴ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയും ചെയർമാൻമാരെയും തെരഞ്ഞെടുത്തു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി വൈസ് ചെയർമാൻ K ദീപക്കും, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സുബേദ സെയ്ദ് മുഹമ്മദും, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി PA ഷാഹുൽ ഹമീദും, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മേഴ്സി സെബാസ്റ്റ്യനും, വിദ്യാഭ്യാസം, കല, കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി റംസിയ നിയാസും, പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി TK സുധാകരൻ നായരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡെപ്യൂട്ടി കളക്ടർ അനൂപ് ഗാർഗ് വരണാധികാരിയായിരുന്നു. 38 അംഗ കൗൺസിലിൽ UDFന് 2 സ്വതന്ത്രരുടെ അടക്കം 22 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. LDFന് 6 അംഗങ്ങൾ മാത്രമാണുള്ളത്. 9 BJP അംഗങ്ങളും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. ആദ്യവർഷം ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പഠനം പൂർത്തിയാക്കേണ്ട അവസാന വർഷത്തിലും അധികൃതർ സാധ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് അവസാന വർഷം ആവശ്യമായ പ്രധാനപ്പെട്ട പല ലാബുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും പോലും ലഭ്യമാക്കിയിട്ടില്ലെന്ന ആരോപണം. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ ഇന്ന് പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. ആദ്യ വർഷം ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും പഠനം പൂർത്തിയാക്കേണ്ട അവസാന വർഷത്തിലും അധികൃതർ സാധ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ കാലം മുതൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് 3 വർഷത്തിലേറെയായിട്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുകയും കത്തുകൾ കൊടുക്കുകയും ചെയ്തതാണ്. ഇതുവരെ അതിനകത്ത് പരിഹാരമൊന്നും കണ്ടില്ല എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ്
ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് മറ്റൊരു സമരത്തിലേക്ക് കൂടി കടക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു കോളേജിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഇന്റേണൽ റോഡ്സ്, ഒരു OT കോംപ്ലക്സ്, ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ വന്നന്ന് മുതൽ ആദ്യകാലങ്ങളിൽ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് സമരം ചെയ്തു. ഇപ്പോൾ ലെക്ചർ ഹാളിന് വേണ്ടിയിട്ടും റോഡ്സിന് വേണ്ടിയിട്ടും OT കോംപ്ലക്സിന് വേണ്ടിയിട്ടും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം നീറ്റ് എഴുതി കയറിയ കുട്ടികൾ ആധുനികമായിട്ടുള്ള സൗകര്യങ്ങളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോഴും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മെഡിക്കൽ കോളേജിലെ കുട്ടികൾ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടി പഠനം പൂർത്തിയാക്കുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അവസാന വർഷം ആവശ്യമായ പ്രധാനപ്പെട്ട പല ലാബുകളും ഓപ്പറേഷൻ തിയേറ്ററുകൾ പോലും ലഭ്യമാക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇപ്പം തന്നെ നമുക്ക് നമ്മുടെ ബാച്ചായി ഇപ്പോൾ ഫൈനൽ ഇയർ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് OT എന്ന് പറഞ്ഞ സംവിധാനം. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ ഫൈനൽ ഇയറിൻ്റെ പഠനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡുകളുടെ, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വന്നവർക്കറിയാം ഈ റോഡുകളൊക്കെ എന്തോരം മോശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുറേ ആളുകൾ ഈ റോഡുകളിൽ ഈ കുഴികളൊക്കെ കാരണം വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ അധികാരികൾ കണ്ടിട്ട് ഇതെല്ലാം നമുക്ക് നടത്തി തരണം, എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം നടത്തുന്നത്. മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നന്നാക്കാത്തത് മൂലം ദുരിതം അനുഭവിക്കുന്നതായും പല കുട്ടികൾക്കും വീണ് പരിക്കേറ്റതായും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി. അതേസമയം 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞെങ്കിലും വിശ്വാസയോഗ്യമല്ലെന്നും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം സംഘടിപ്പിച്ചു. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ G ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 70ാം വാർഷികവും സർവീസിൽ നിന്നും വിരമിക്കുന്ന ലാബ് അസിസ്റ്റന്റ് PJ സിബിയുടെ യാത്രയയപ്പും നടത്തി. വാർഷിക സമ്മേളനം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ഈ സ്കൂളിൽ പഠിച്ച് ഉന്നത തലങ്ങളിലെത്തിയ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കാണുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ദീർഘദൂരം വലിയ മഹത്തായ സേവനമാണ് രാജാക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പ്രദേശത്തെ നിവാസികൾക്ക് നൽകാൻ പോകുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് 70 വർഷമാണ്, 7 പതിറ്റാണ്ട് 7 പതിറ്റാണ്ട് കാലം ഇവിടുത്തെ ജനങ്ങൾക്ക് സേവനം ചെയ്ത മഹത്തായ സ്ഥാപനമാണ് ഈ വിദ്യാഭ്യാസ വിദ്യാലയം. ആ നിലയിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും നെഞ്ചിലേറ്റിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്ന കാര്യം ഞാൻ പ്രത്യേകം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു പഞ്ചായത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. ഇവിടെ 2 എണ്ണമാണ്. ഒന്ന് NRCT പടിപറ്റ മേഖലയിലെ ഹയർ സെക്കൻഡറി സ്കൂള്, 2 ഗവൺമെന്റിന്റെ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഇതിനകത്തെല്ലാം വലിയ തോതിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIഎമ്മിന്റെ സെക്രട്ടറിയായിരുന്നു. ഈ പഞ്ചായത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിക്കുന്നതിന് പ്രത്യേകം തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഒന്ന് ഒരു പ്രശ്നം വന്നു, ഒന്ന് NRCT അവർക്ക് അനുവദിക്കുന്നതിനും കഴിയും, 2 ഇതിനെ അവഗണിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ 2 കൂടി അങ്ങനെയാണ് അപൂർവമാണ് ഒരു പഞ്ചായത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് അപൂർവമാണെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. PTA പ്രസിഡന്റ് KT കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ G ശങ്കർകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. സ്കൂൾ PTAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ഹെഡ് മിസ്ട്രസ് നബീസത്ത് BV റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ U പ്രിയ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ES രഹന നന്ദിയും അർപ്പിച്ചു. ബ്ലോക്ക് മെമ്പർ വിപിൻ C അഗസ്റ്റിൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട്, വാർഡ് മെമ്പർ ജോഷി കന്യാകുഴി, SMC ചെയർമാൻ റോയി പാലക്കാട്ട്, MPTA പ്രസിഡന്റ് ഷിജി ജെയിംസ്, അജിമോൻ കാട്ടുമന, NR സുഭാഷ്, VK ആറ്റ്ലി, തസ്നി റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി. proficiency prize academic
don't know him, yes sir. കാരിക്കോട് മുനവറിൽ ഇസ്ലാം മദ്രസ രക്ഷാകർതൃ സംഗമവും ഗൈഡൻസ് ക്ലാസ് നടത്തി. കാരിക്കോട് നൈനാല ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് നൌഫൽ കൗസരി ഉദ്ഘാടനം നിർവഹിച്ചു. ദക്ഷിണ കേരള മതവിദ്യാഭ്യാസ ബോർഡ് ചീഫ് മുഫത്തിഷ് ഡോക്ടർ സിദ്ദിഖ് ബാഖവി മുളവൂർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PM മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു. മദ്രസ അധ്യയന വർഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാപ്തമാക്കുവാനും രക്ഷിതാക്കളുമായി ചർച്ച ചെയ്യുന്നതിനും വേണ്ടി രക്ഷാകർതൃ സംഗമവും മദ്രസയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ടാലന്റ് ടെസ്റ്റ് വിജയികളെ പ്രഖ്യാപിക്കലും അനുമോദനവും ഗൈഡൻസ് ക്ലാസുമാണ് കാരിക്കോട് മുനവറുൽ ഇസ്ലാം മദ്രസ ഹാളിൽ സംഘടിപ്പിച്ചത്. മഹല്ല് പരിപാലന സമിതിയുടെയും PTA-യുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗം കാരിക്കോട് നൈനാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹാഫിസ് നൌഫൽ കൗസരി ഉദ്ഘാടനം ചെയ്തു. ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്ത ഒരു കാഴ്ചയാണ്. ആ മഴയിൽ അദ്ദേഹത്തിന് പല കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ താമസിച്ചു വരാം. പക്ഷെ അദ്ദേഹം അതിന് നിൽക്കാതെ മഴ നനഞ്ഞ പള്ളിയിലേക്ക് തന്റെ ദീനിയായ അവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച് വരികയാണ്. ഇതൊരാളാണ്. നമ്മുടെ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് നേരത്തെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ നമ്മുടെ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് ആദ്യം വരുന്ന ഒരു വ്യക്തിയുണ്ട്. ഏകദേശം എത്ര മണിക്കായിരിക്കും ആ വ്യക്തി പള്ളിയിലേക്ക് വരിക എന്നറിയുമോ? ജുമായ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സിദ്ദീഖ് ഉസ്താദിനോടൊന്ന് ചോദിക്കാം. നേരത്തെ വരുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ സമയം സംഘടിപ്പിക്കാം. ഉസ്താദ് പറയുന്ന സമയം രാവിലെ 7 മണിയാണ്. കടന്നുപോയില്ലേ? പക്ഷെ 7 മണിക്കല്ല അദ്ദേഹം വരുന്നത്. അദ്ദേഹം കുളിച്ച് കയറി ടിപ് ടോപ്പായി നന്നായി ഡ്രസ്സ് ചെയ്ത് തഹജ്ജുദിന്റെ സമയത്ത് രാവിലത്തെ നാസ്ത കഴിച്ച് അപ്പവും കടിഞ്ചായയും കുടിച്ച് സുബഹിക്ക് അദ്ദേഹം വരുന്നത് ജുമായ്ക്ക് തയ്യാറെടുത്തോട്ടാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകില്ല. ദക്ഷിണ കേരള മതവിദ്യാഭ്യാസ ബോർഡ് ചീഫ് മുഫത്തിഷ് ഡോക്ടർ സിദ്ദിഖ് ബാഖവി മുളവൂർ ക്ലാസ് നയിച്ചു. എന്താണ് മദ്രസ ഇല്ലാത്തൊരു ലോകം? നമുക്കറിയാം, ഇന്ന് കേരളത്തിലുടനീളം ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഉൾപ്പെടെ മദ്രസ വിദ്യാഭ്യാസം ലോകത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. മദ്രസ രാജ്യദ്രോഹ കുറ്റമാണ്. മദ്രസയിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരെല്ലാം ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. മദ്രസ പ്രസ്ഥാനം തന്നെ ഈ രാജ്യത്ത് നിന്ന് എടുത്തുകളയുന്ന ഗൂഢമായ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിം MP-മാരെ കൊണ്ട് പാർലമെന്റിൽ പ്രമേയം അവതരിപ്പിച്ച് മദ്രസ വിദ്യാഭ്യാസം ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടം ചെയ്യുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം മദ്രസകൾ പൊളിച്ചു നീക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഉത്തർപ്രദേശിൽ 70 മദ്രസകളാണ് ബുൾഡോസർ ഉപയോഗിച്ച് നശിപ്പിച്ചുള്ളത്. നാഗാലാൻഡിൽ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് തന്നെ സർക്കാർ നിർവഹിച്ചു കഴിഞ്ഞു. മദ്രസ വിദ്യാഭ്യാസം രാജ്യത്തിന് വലിയ അപകടമാണ്. അതേ പഠിക്കുന്നവർ ഭീകരവാദികളാണ്, പഠിപ്പിക്കുന്നവർ ഭീകരവാദികളാണ്, രാജ്യദ്രോഹ കുറ്റമാണ് മദ്രസ എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസ ഇല്ലായ്മയുള്ള ഗൂഢമായ പദ്ധതി വളരെ കൃത്യമായി അജണ്ട നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് PM മുഹമ്മദ് ജലീൽ അധ്യക്ഷത വഹിച്ചു. നൈനാർ പള്ളി മഹല്ല് ജമാഅത്ത് സെക്രട്ടറി ഷംസുദ്ദീൻ സ്വാഗതവും ഹിദായത്തുള്ള ബാഖവി നന്ദിയും രേഖപ്പെടുത്തി. ജനറൽ സെക്രട്ടറി ഷൈഖ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് നസീർ, ആഷിഖ് മൗലവി എന്നിവർ ആശംസകൾ നേർന്നു. ജൂനിയർ വിഭാഗം ഫസ്റ്റ് ഫിൽസ ജാഫർ, ജൂനിയർ സെക്കൻഡ് മുഹമ്മദ് ഫായിസ് PJ, സബ് ജൂനിയർ വിഭാഗം തേർഡ് നിഹാലൻ മുഹമ്മദ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജില്ലയിലെ മികച്ച സേവനങ്ങൾ കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS പ്രശംസാ പത്രം നൽകി അഭിനന്ദിച്ചു. തികഞ്ഞ തൊഴിൽ വൈദഗ്ധ്യത്തോടെയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടത്തിയ ഇവരുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പോലീസിനുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുക വഴി പോലീസ് സേനയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുവാൻ സാധിച്ചുവെന്ന അഭിനന്ദനാർഹമായ പ്രവർത്തനത്തിനാണ് പ്രശംസാ പത്രം നൽകിയത്. തലയാർ
വാഗുവരെ എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലെ കാളിയമ്മ ക്ഷേത്രത്തിൽ നിന്ന് വിലയേറിയ പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചവരെ തേനി ഉത്തമ പാളയത്ത് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും നഷ്ടപ്പെട്ട സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചുപിടിക്കുകയും ചെയ്ത മറയൂർ പോലീസ് ഇൻസ്പെക്ടർ ഷാജഹാൻ എം ഇടുക്കി ജില്ലയിലെ പനംകുട്ടി പ്രദേശത്ത് നാട്ടുകാർ കള്ളനെന്ന് സംശയിച്ച ജാർഖണ്ഡ് സ്വദേശിയെ കണ്ടെത്തി ഭാര്യയെയും കുട്ടികളെയും അന്വേഷിച്ച് നടന്നതാണെന്ന് മനസ്സിലാക്കി ഭക്ഷണവും പരിചരണവും നൽകി കുടുംബത്തിലെത്തിച്ച കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ താജുദ്ദീൻ അഹമ്മദ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ NR അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ PA ഷെരീഫ്, പെരുവന്താനം 35-ാം മൈലിൽ നദിയിൽ മുളങ്കാടിനുള്ളിൽ കുടങ്ങിക്കിടന്ന യുവാവിനെ ശക്തമായ ഒഴുക്കിനെ വകവയ്ക്കാതെ രക്ഷപ്പെടുത്തുകയും ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുകയും ചെയ്ത പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KM സിയാദ്, സിവിൽ പോലീസ് ഓഫീസർ TJ ജോമോൻ എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി അഭിനന്ദിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഹാർഡ്വെയർ സ്റ്റോഴ്സിന്റെ ഇടുക്കി ജില്ലയിലെ ഏഷ്യൻ പെയിന്റിന്റെ ആദ്യത്തെ കളർ ഐഡിയ സ്റ്റുഡിയോ റൂമിന്റെ ഉദ്ഘാടനം നടന്നു. ഇന്ത്യൻ ഹാർഡ്വെയർ മാനേജിംഗ് പാർട്ണർ ജമാൽ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക ടെക്നോളജിയായ വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് വീടിന്റെ പുറത്തുള്ള പെയിന്റിംഗ്, കളർ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത് 3D എഫക്റ്റോടുകൂടി സ്റ്റുഡിയോ റൂമിൽ കാണുവാൻ സാധിക്കുന്നു. ഏഷ്യൻ പെയിന്റ്സിന്റെ വിർച്വൽ റിയാലിറ്റി കളർ ഐഡിയ സ്റ്റോർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക ടെക്നോളജിയായ വിർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുൻപ് വീടിന്റെ പുറത്തുള്ള പെയിന്റിംഗ്, കളർ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത് 3D എഫക്റ്റോടുകൂടി കാണുവാൻ സാധിക്കും. AI ടൂളുകൾ ഉപയോഗിച്ച് വീടിന് ഒരു പുതിയ രൂപം നൽകാൻ ഇതിലൂടെ കഴിയും. തിരഞ്ഞെടുക്കുന്ന നിറങ്ങൾ ചുമരുകളിൽ എങ്ങനെ കാണുമെന്ന് പെയിന്റിങ്ങിന് മുൻപ് തന്നെ ഇതിലൂടെ അറിയാൻ കഴിയുന്നു. ഇന്ത്യൻ ഹാർഡ്വെയർ സ്റ്റോഴ്സിന്റെ ഇടുക്കി ജില്ലയിലെ ഏഷ്യൻ പെയിന്റ്സിന്റെ ആദ്യത്തെ കളർ ഐഡിയ സ്റ്റുഡിയോ റൂമിന്റെ ഉദ്ഘാടനം നടന്നു. ഇന്ത്യൻ ഹാർഡ്വെയർ മാനേജിംഗ് പാർട്ണർ ജമാൽ മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴയുമായി 51 വർഷത്തെ പാർട്ണർഷിപ്പാണ് ഏഷ്യൻ പെയിന്റുമായുള്ളത്. ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ ഏകദേശം 51 വർഷമായിട്ട് ഏഷ്യൻ പെയിന്റ്സും ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴയും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ്. അപ്പോൾ തൊടുപുഴയിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏഷ്യൻ പെയിന്റ്സും ഇന്ത്യൻ ഹാർഡ്വെയർസും ചേർന്ന് പാർട്ണർഷിപ്പായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണിത്. ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് കസ്റ്റമർ, അതായത് പെയിൻറ്റ് ചെയ്യാൻ പോകുന്ന കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള പെയിൻറ്റ് വേണമെന്ന് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ലേറ്റസ്റ്റ് വെർഷനാണ്, വെർഷൻ 6 ആണ്. കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇന്ത്യൻ ഹാർഡ്വെയർ തൊടുപുഴ നമ്മുടെ കളർ ഐഡിയ ഡീലറാണ്. പക്ഷെ ഇപ്പം ആ ഒരു കളർ ഐഡിയ നമ്മൾ ലേറ്റസ്റ്റ് വെർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പനി കാഴ്ചവെക്കുന്നത്. ഇവിടെ വുഡ് ഫിനിഷ് ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വുഡ് ഫിനിഷ് ഉണ്ട്, അതുപോലെ ടെക്സ്റ്റർ ഫിനിഷസ് ഉണ്ട്, പല രീതിയിൽ വാൾപേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ പല ഡിസൈനർ ഫിനിഷസ് ഉണ്ട്, വാൾപേപ്പർ, ഇതുപോലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ വന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും പുതുമ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ VR ഫെസിലിറ്റി വെച്ചിട്ടുണ്ട്, വിർച്വൽ റിയാലിറ്റി. നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിങ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ വീടിൻ്റെ പെയിൻറ്റിങ് ഏത് രീതിയിലാകണം എന്നുള്ളത്, ഓരോ റൂമും ഏത് രീതിയിലുള്ള കളർ വേണമെന്ന് സെലക്ട് ചെയ്ത് ഇവിടുത്തെ വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്ത് വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും ഏത് രീതിയിലുള്ള പെയിൻറ്റ് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാനുള്ളൊരു സംവിധാനം എത്തിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് നമ്മൾ പറയുന്ന കളർ ഐഡിയ വേർഷൻ 6ൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തൊടുപുഴയിലെ കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ അപ്പീൽ ചെയ്യുന്നു. താങ്ക് യു. ആദ്യ വിൽപ്പന ഹോട്ട് വീൽസ് ഉടമ അശ്വിൻ R രാമന് ഉൽപ്പന്നം നൽകിക്കൊണ്ട് നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തിരണിയിൽ, സെക്രട്ടറി സബാസ് ഹമീദിയ, ഏഷ്യൻ പെയിന്റ്സിന്റെ റീജിയണൽ മാനേജർ പ്രസാദ്, SSO അമൽ, TSO ജിഷ്ണു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഏഷ്യൻ പെയിന്റിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി, അതായത് നമുക്ക് നമ്മുടെ വീട് പെയിന്റ് അടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് കമ്പ്യൂട്ടറിൽ അവർ കാണിച്ചു തരും. ഏത് പെയിന്റ് അടിച്ചാൽ എന്ത് ഭംഗി കിട്ടും, അങ്ങനെ അതിൻ്റെ ന്യൂനതകളും എല്ലാം ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ഇന്നിവിടെ തുടങ്ങുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള ഒരു പെയിൻ്റാണ് ഏഷ്യൻ പെയിൻറ്റ്. ആ ഏഷ്യൻ പെയിൻറ്റിൻ്റെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് ഇന്ന് ജമാലിക്കയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഹാർഡ്വെയർസിൽ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിന് ഈ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു.
ഏതാണ്ട് 50 വർഷം തൊടുപുഴയിലെ നിറസാന്നിധ്യമായിരുന്ന ഈ സ്ഥാപനത്തിന് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ ഭാവവും നേരും. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 72ാം സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമ്മേളനവും നടത്തി. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി മനോജ് പി കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഇളന്തേശ്ശ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. വണ്ണപ്പുറം SNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 72ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സമ്മേളനവും നടത്തി. മാനേജ്മെന്റ് പ്രതിനിധി മനോജ് പി കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ഇളന്തേശ്ശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. 1954 നമ്മളെ വിട്ടുപിരിഞ്ഞ സ്കൂൾ മാനേജർ PN കുമാരൻ സാറിന്റെ നേതൃത്വത്തിൽ ഈ സ്കൂളിന് തുടക്കം കുറിച്ചു. ഇപ്പോൾ നമ്മൾ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് അടുക്കുകയാണ്. 3 വർഷം കഴിയുമ്പോൾ 75 വർഷം. അപ്പോൾ എന്നേക്കാളും കൂടുതൽ ഈ സ്കൂളിനെ പറ്റി അറിയാവുന്ന നിരവധി ആളുകളുണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. എന്നാൽ ഞാൻ ഈ വണ്ണപ്പുറം പഞ്ചായത്തിൽ വന്നിട്ട് ഏതാണ്ട് 32 വർഷം ആയിരിക്കും. എന്നാൽ എൻ്റെ എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഈ വണ്ണപ്പുറത്തുള്ള നല്ലവരായ ജനങ്ങളാണ്. ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ട് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അജയ് ദേവ്, സാഹിത്യ പ്രതിഭ ബിജു തെക്കേടത്ത് എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദുമതി PS സ്വാഗതം ആശംസിച്ചു. ഹെഡ് മിസ്ട്രസ് സിന്ധു ഡി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജനമ ജോസ്, വാർഡ് മെമ്പർ വിഘ്നേശ്വർ കെ ശശി, PTA പ്രസിഡന്റ് ഡിബിൻ KS, സ്റ്റാഫ് സെക്രട്ടറി ഷിബു NC, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അജയ് ദേവ്, സാഹിത്യ പ്രതിഭ ബിജു തെക്കേടത്ത് എന്നിവർ ആശംസ നേർന്നു. തുടർന്ന് വിരമിക്കുന്ന അധ്യാപകരായ സിന്ധു ഡി, മനോജ് ആർ, ദീപ കുര്യാക്കോസ്, മിനി ശങ്കരൻകുട്ടി, ഗായത്രി ദേവി, പത്മജ രവി, ബെറ്റി വർഗീസ്, ഓഫീസ് അറ്റൻഡന്റ് ജെസി K ജോർജ് എന്നിവർക്ക് ആദരവും പ്രതിഭകളെ ആദരിക്കലും നടത്തി. സ്കൂൾ ലീഡർ ദ്രോണ സീറൻ കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തി. ആദരിക്കുന്നതിനായി ബഹുമാന്യായ PTA പ്രസിഡന്റ് ശ്രീ നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ശ്രീമതി തുടർന്ന് ആദരവ് ഏറ്റുവാങ്ങി. ചില്ലറ സമ്മാനങ്ങളൊന്നുമല്ല നവനീത് ഗോപു നമ്മുടെ സ്കൂളിന് വേണ്ടി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു കയ്യടി, നിറഞ്ഞ കയ്യടി, നല്ലൊരു കയ്യടി. പിശുക്കല്ലേ, കയ്യടിയിലും പിശുക്കല്ലേ, നന്നായി കൊടുക്കുക.
കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 7ാമത് സംസ്ഥാന കലാമേളയ്ക്ക് തുടക്കമായി. തൊടുപുഴ അല്ലസർ കോളേജിലാണ് കലാമേള നടക്കുന്നത്. ചലച്ചിത്ര താരം അനാർക്കലി മരക്കാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിയ മത്സരങ്ങളിൽ നിന്ന് വിജയികളായ 1000ഓളം പേർ കലോത്സവത്തിൽ പങ്കെടുക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ KP മേരി ഉൾപ്പെടെ നിരവധി വ്യക്തികൾ സംസാരിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 7ാമത് സംസ്ഥാന കലാമേളയ്ക്ക് തൊടുപുഴ അല്ലസർ കോളേജിൽ തുടക്കമായി. സംഘടന രൂപം കൊണ്ട് 60 വർഷം തികയുന്ന വജ്ര ജൂബിലി വർഷത്തിലാണ് ഈ വർഷം കലാമേള നടക്കുന്നത്. ചലച്ചിത്ര താരം അനാർക്കലി മരക്കാർ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും വലിയൊരു പരിപാടി ആവുന്നൊട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പൊ എനിക്കൊന്നൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ പുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ഇസ് ദയർ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പുണ്യപ്രവൃത്തിയായിരിക്കും ഈ ഒരു കലാമേളം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്കും നിങ്ങളൊന്ന് ഫ്രീ ആവാനും നിങ്ങളുടെ അഫ്കോഴ്സ് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടിയായിരിക്കും ഈ കലാമേളം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾ ഹാവ് എ ഗ്രേറ്റ് ടൈം. കാര്യം എനിക്ക് നമ്മള് കലോത്സവം എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും ഈ വർഷം ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യമാണ്. അപ്പോ എന്താ പറയാ, എന്റെ എല്ലാവിധ ആശംസകളും ഉദ്ഘാടനം ചെയ്യാൻ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംഘാടക സമിതി ചെയർപേഴ്സൺ KP മേരി, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഷാജഹാൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, KGOA സംസ്ഥാന ട്രഷറർ A ബിന്ദു എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിയ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച 1000ഓളം പേർ കലോത്സവത്തിൽ പങ്കെടുക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേള 18-ന് സമാപിക്കും. സമാപന സമ്മേളനം KP മേരി ഉദ്ഘാടനം ചെയ്യും. SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സിനിമാ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. അരുമത്തെളി നീർ തേടി അകലെ അകലെ മരം കൊത്തി ഹുദുഹുദു പാടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പന്നിമറ്റം ഇടവക ദേവാലയത്തിലെ പ്ലാറ്റിനം ജൂബിലി വർഷാരംഭത്തോടനുബന്ധിച്ച് തിരുനാൾ കൊടിയേറ്റും ജൂബിലി തിരിതെളിക്കലും നടന്നു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ തിരുനാൾ കൊടിയേറ്റ് കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻഡ് ഫാദർ മോൺ പയസ് മലയക്കണ്ടത്തിൽ നിർവഹിച്ചു. തുടർന്ന്
പ്ലാറ്റിനം ജൂബിലി വർഷാരംഭത്തിന്റെ തിരിതെളിക്കൽ പ്രകാശനവും നിർവഹിച്ചു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുനാളിന് കൊടിയേറി. ഇതോടൊപ്പം പ്ലാറ്റിനം ജൂബിലി വർഷാരംഭത്തിന്റെ തിരിതെളിയിക്കലും നടന്നു. പന്നിമറ്റം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ തിരുനാൾ കൊടിയേറ്റ് കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ മോൺസിഞ്ഞർ പയസ് മലൈക്കണ്ടത്തിൽ നിർവഹിച്ചു. തുടർന്ന് പ്ലാറ്റിനം ജൂബിലി വർഷാരംഭത്തിന്റെ തിരിതെളിയിക്കൽ പ്രകാശനവും മോൺസിഞ്ഞർ പയസ് മലൈക്കണ്ടത്തിൽ നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് ദിവ്യകാരുണ്യ ആരാധന, ആഘോഷമായ തിരുനാൾ കുർബാന തുടങ്ങി വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉണ്ടായിരുന്നു. 18-ന് തിരുനാൾ സമാപിക്കും. 18-ന് രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാന, വൈകിട്ട് 5-ന് ആഘോഷമായ തിരുനാൾ കുർബാന റവറൻ ഫാദർ ജോസഫ് കൂനാനിക്കൽ നയിക്കും. റവറൻ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ സന്ദേശം നൽകും. തുടർന്ന് കാഴ്ചവെപ്പ്, പ്രദക്ഷിണം, സമാപന ആശീർവാദം, വാദ്യമേളങ്ങൾ, വാനിൽ വർണ്ണമഴ, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, പന്നിമറ്റം. FSCTയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി കളക്ടറേറ്റിന് മുന്നിലാണ് അധ്യാപകരും ജീവനക്കാരും FSCTയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തിയത്. സത്യാഗ്രഹ സമരം കേരള ഗസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സത്യാഗ്രഹ സമരത്തിൽ FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 12ാം ശമ്പള പരിഷ്കരണ ഉത്തരവ് നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, അനുവദിച്ച ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നടപ്പിലാക്കുക, PF RDA നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ജീവനക്കാരും FSETO നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടുക്കി കളക്ടറേറ്റിന് മുന്നിൽ അധ്യാപകരും ജീവനക്കാരും FSETO നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. സത്യാഗ്രഹ സമരം കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് SR മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK സുനിൽകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M രമേശ്, കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു, KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുബീഷ്, വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി K വിൻസൻ, KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് MR രജനി, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി CS മഹേഷ്, KGNA ജില്ലാ സെക്രട്ടറി CK സീമ, PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CJ ജോൺസൺ എന്നിവർ സംസാരിച്ചു. കൃത്യമായി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും DA അടക്കമുള്ള ആനുകൂല്യങ്ങൾ അത് ജീവനക്കാർക്ക് അനുഭവവേദ്യമാക്കേണ്ടതാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃത്യമായി എല്ലാ കാലഘട്ടങ്ങളിലും ഇത് നൽകുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാ കാലഘട്ടത്തിലും ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ നിയമസഭയിലും പൊതുസമൂഹത്തിലുമാകെ ആവർത്തിച്ച് വ്യക്തമാക്കിയത് ജീവനക്കാർക്ക് നൽകേണ്ട ആനുകൂല്യം സമയബന്ധിതമായി നൽകുമെന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അത് കേരളത്തിന്റെ നിയമസഭയിൽ കൃത്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ധനകാര്യമന്ത്രി അത് കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സത്യാഗ്രഹത്തിൽ FSCTO ജില്ലാ പ്രസിഡന്റ് MR അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TG രാജീവ് സ്വാഗതവും FSCTO ഇടുക്കി ഏരിയ സെക്രട്ടറി അനീഷ് ജോർജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഞ്ചാരികൾക്ക് രുചി വൈവിധ്യങ്ങൾ ഒരുക്കുവാൻ കുടുംബശ്രീ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് ഇനി ഇടുക്കിയിലും. ജില്ലയിലെ ആദ്യ പ്രീമിയം കഫേ റെസ്റ്റോറന്റ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CM മുനീർ മെഴുകുതിരികൾ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയും ചെയർമാൻമാരെയും തിരഞ്ഞെടുത്തു. UDFന് ആധിപത്യം. 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനവും UDFന് ലഭിച്ചു. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. അവസാന വർഷ വിദ്യാർത്ഥികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തിയത്. രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. MM മണി MLA ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.